ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സൈബർ ആക്രമണത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും അതിജീവിതയുടെ പരാതി. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിലുള്ളത്. പ്രത്യേകാന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്കാണ് പരാതി കൈമാറിയിരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കർശന ജാമ്യവ്യവസ്ഥയോടുകൂടിയാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയത്. ഇപ്പോൾ എന്താണ് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അതിജീവിതക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ ഉയർത്തിയത്. അതിൽ അതിജീവിത വ്യാജ അതിജീവിതയാണെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് സൈബർ ആക്രമണം കടുത്തതോടെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി പ്രോസിക്യൂഷൻ സ്വീകരിക്കണമെന്നാണ് പൂങ്കുഴലിക്ക് നൽകിയ പരാതിയിൽ അതിജീവിത ഉയർത്തുന്നത്. നേരത്തെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായിരുന്നു അതിജീവിതക്കെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് കടുത്ത ആക്രമണം നേരിട്ടത്. അതിജീവിതയുടെ ഫോട്ടോ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ അടക്കം കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒടുവിൽ ഇപ്പോൾ വീണ്ടും രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് പരാതി. ഇപ്പോൾ ആ പരാതി സൈബർ പോലീസിന് കൈമാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനാവുന്നത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് കൈമാറിയിരിക്കുന്നു. അപ്പോൾ തുടർ നടപടിയിലേക്ക് വേഗം കടന്നേക്കും അല്ലേ റോഷിപാൽ? സ്മൃതി, സ്വാഭാവികമാണ്. ഇത്തരത്തിൽ പരാതികൾ വന്നാൽ വളരെ പെട്ടെന്ന് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നൽകിയതാണ്. നേരത്തെ നടിയാക്രമിച്ച കേസിലും അതിജീവിതക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നു. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയവർക്കെതിരെ അവരുടെ വ്യക്തിത്വം, അവരെ ആരാണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു, അവരെക്കുറിച്ച് മോശമായ രീതിയിൽ അധിക്ഷേപം ഉയർത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം സ്ത്രീകൾക്കെതിരെ നടത്തുന്നവരെ, പ്രത്യേകിച്ച് പീഡനത്തിന്റെ ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ കടുത്ത നടപടിയെടുക്കാനുള്ള തീരുമാനമെടുത്തത്. കാരണം രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ കുട്ടി കൃത്യമായി പറഞ്ഞിരുന്നു പരാതിയിൽ, സൈബർ ആക്രമണം ഭയപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകാതിരുന്നതെന്ന്. അങ്ങനെ പലരും ഇരകളായ സ്ത്രീകൾ പരാതി പോലീസിന് കൈമാറാത്തതിന്റെ പ്രധാന കാരണമായി സൈബർ ആക്രമണം മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം കേസുകളിൽ അടിയന്തര നടപടി, ശക്തമായ നടപടി സൈബർ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങളാണ് റോഷിപാൽ നൽകിയത്.